സിനിമ തുടങ്ങുന്നത് ഒരു ഫയർ കപ്പിൾസിനെ കാണിച്ചാണ്. അവർ അവരുടെ നാട് വിട്ട് എലമെൻ്റൽ സിറ്റിയിലേക്ക് വന്നതാണ്. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ടാണ് അവർ വരുന്നത്. അവരെ സിറ്റിയിലേക്ക് സ്വാഗതം ചെയ്ത അഡ്മിഷൻ ഓഫീസർക്ക് അവരുടെ പേര് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ പേര് ബെർണി എന്നും സിൻഡർ എന്നും രജിസ്റ്റർ ചെയ്യുന്നു. ശേഷം ഇരുവരും എലമെൻറ്റ് സിറ്റിയിലേക്ക് വരുന്നു. സിൻഡർ പ്രഗ്നൻ്റ് ആണ്. എലമെൻറ്റ് സിറ്റിയുടെ ഭംഗി രണ്ടുപേരെയും അത്ഭുതപ്പെടുത്തുന്നു. ബെർണി അവർക്ക് താമസിക്കാനായി വാടക വീട് അന്വേഷിക്കുന്നു. എന്നാൽ വീട്ടുടമസ്ഥർ അവർക്ക് വീട് കൊടുക്കുന്നില്ല. അവർ വീടിന് തീ പിടിപ്പിക്കുമെന്നാണ് അവർ കരുതുന്നത്. അപ്പോഴാണ് ബെർണി അവിടെ ആൾതാമസമില്ലാത്ത ഒരു ബിൽഡിംഗ് കാണുന്നത്. ബെർണിയും സിൻഡറും അവിടെ താമസിക്കാൻ തീരുമാനിക്കുന്നു. പിന്നീട് അവർക്കൊരു മകൾ ജനിക്കുന്നു. അവളുടെ പേരാണ് ആംബർ. ബെർണി അവരുടെ സ്ഥലം വൃത്തിയാക്കി നല്ലൊരു ഷോപ്പ് കൂടി ഉണ്ടാക്കുന്നു. അതിനവർ ഫയർ പ്ലേസ് എന്ന് പേരിടുന്നു. ഈ ഷോപ്പ് ഒരു നാൾ ആംബർ ഏറ്റെടുക്കുമെന്ന് ബെർണി പറയുന്നു. അവരുടെ കട പതുക്കെ ഒരു തിരക്ക് പിടിച്ച കടയായി മാറുന്നു. വർഷങ്ങൾ കടന്നു പോകുന്നു. ആംബറും കടയിൽ നിന്ന് അച്ഛനെ സഹായിക്കാറുണ്ട്. എന്നാൽ ചില കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവം കാണുമ്പോൾ അവൾക്ക് കൺട്രോൾ പോകും. അവൾ ദേഷ്യത്തിൽ പൊട്ടിത്തെറിക്കും. ആംബറിൻ്റെ അമ്മ കപ്പിൾസിൻ്റെ പൊരുത്തം നോക്കുന്ന ഒരാളാണ്. എത്രത്തോളം മാച്ച് ഉണ്ടെന്ന് അവൾ നോക്കി പറയും. ഒരിക്കൽ ആംബർ അച്ഛൻ്റെ സാധനങ്ങൾ ഡെലിവർ ചെയ്യുന്നതിൻ്റെ റെക്കോർഡ് പൊട്ടിക്കാൻ നോക്കുന്നു. അതിൽ അവൾ വിജയിക്കുന്നു. ബെർണിക്ക് തൻ്റെ മകളുടെ കഴിവിൽ വിശ്വാസം കൂടി വരുന്നു. അവരുടെ വാർഷിക റെഡ് ഔട്ട് സെയിലിൻ്റെ അന്ന് കട നോക്കാൻ അവളെ ഏൽപ്പിക്കുന്നു. ആംബറിന് വളരെയധികം സന്തോഷമാകുന്നു. അച്ഛൻ്റെ തീരുമാനം തെറ്റില്ലെന്ന് ആംബർ അച്ഛനോട് പറയുന്നു. പിറ്റേന്ന് ആംബർ നേരത്തെ എഴുന്നേറ്റ് സെയിലിന് തയ്യാറാകുന്നു. എന്നാൽ തിരക്കിനിടെ ചില കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവം കാരണം അവളുടെ ദേഷ്യം പുറത്തു വരുന്നു. അവൾ അവിടെ മുഴുവൻ കത്തിക്കുമെന്നായപ്പോൾ അവൾ വീടിൻ്റെ താഴെത്തട്ടിലേക്ക് ഇറങ്ങുന്നു. അവിടെ നിന്ന് അവൾ പൊട്ടിത്തെറിക്കുന്നു. ഇത് കാരണം അവിടെ ഉണ്ടായിരുന്ന പൈപ്പുകൾ പൊട്ടിത്തെറിക്കുകയും വെള്ളം അവിടേക്ക് വരാനും തുടങ്ങുന്നു. ആംബർ പൈപ്പ് ഒരുക്കി ശരിയാക്കുന്നു. അവിടെ മുഴുവൻ വെള്ളം കയറിയിരുന്നു. അതിൽ നിന്നും ഒരു വാട്ടർ ബോയ് വരുന്നു. അവനായിരുന്നു വെയ്ഡ് റിപ്പിൾ. അവൻ ആംബറിൻ്റെ ഫാമിലി ഫോട്ടോ കണ്ട് കരയാൻ തുടങ്ങുന്നു. അവൻ്റെ അച്ഛൻ മരണപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അയാൾ കരഞ്ഞത്. താനൊരു സിറ്റി ഇൻസ്പെക്ടറാണ്. താൻ പുഴയുടെ അപ്പുറത്തൊരു ലീക്ക് അന്വേഷിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ടതാണെന്ന് വെയ്ഡ് പറയുന്നു. വെയ്ഡ് അവരുടെ ഷോപ്പിന് ശരിയായ രേഖകളില്ലാത്തതിനാൽ അതിനൊരു ഫൈൻ ടിക്കറ്റ് കൊടുക്കുകയും അവൻ്റെ നോട്ടിൽ അവൻ കംപ്ലൈൻറ്റ് എഴുതുകയും ചെയ്യുന്നു. തൻ്റെ അച്ഛൻ്റെ സ്വപ്നങ്ങൾ തകരുമെന്ന് മനസ്സിലായ ആംബർ വെയ്ഡിനെ തടയാൻ ശ്രമിക്കുന്നു. അവൾ വെയ്ഡിൻ്റെ നോട്ട് കൈക്കലാക്കാൻ ശ്രമിക്കുന്നു. വെയ്ഡ് അവിടെ നിന്നും ഓടുന്നു. ആംബറും പിറകെ ഓടുന്നു. ഓടി ഓടി അവർ സിറ്റി ഹാളിലെത്തുന്നു. വെയ്ഡ് അവൻ്റെ നോട്ട്സ് ഓഫീസിലേക്ക് കൈമാറുന്നു. ആംബർ താൻ കാരണമാണ് അച്ഛൻ്റെ ഷോപ്പ് അടക്കപ്പെടാൻ പോകുന്നതെന്ന് അച്ഛൻ അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് പറയുന്നു. ഇത് കേട്ട് സഹതാപം തോന്നിയ വെയ്ഡ് അവളെയും കൂട്ടി കംപ്ലൈൻറ്റ് പിൻവലിക്കാനായി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെയുള്ള കംപ്ലൈൻറ്റ് ഫോർവേഡ് ചെയ്യുന്ന ഓഫീസറാണ് ഫേൺ. വെയ്ഡ് ഫേണിനെ ആംബറിൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് കംപ്ലൈൻറ്റ് പിൻവലിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അച്ഛൻ്റെ പേര് വെച്ച് കംപ്ലൈൻറ്റ് പിൻവലിക്കാൻ ശ്രമിക്കുന്ന ആംബറിന് പിടിക്കുന്നില്ല. അവർ തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു. ദേഷ്യം വന്ന ആംബർ അവിടെ മുഴുവൻ കത്തിക്കുന്നു. തൻ്റെ ഓഫീസ് കേടുവരുത്തിയ ആംബറിൻ്റെ ഷോപ്പിൻ്റെ കംപ്ലൈൻറ്റ് ഫേൺ ഫോർവേഡ് ചെയ്യുന്നു. ഷോപ്പ് അടച്ചു പൂട്ടാൻ തയ്യാറായിക്കോളൂ എന്ന് ഫേൺ പറയുന്നു. അവൾ വിഷമത്തോടെ വീട്ടിലേക്ക് മടങ്ങുന്നു. വീട്ടിലെത്തി ആംബർ കാണുന്നത് അടച്ചിട്ട ഷോപ്പാണ്. അവളുടെ പാരൻസ് പൈപ്പിൻ്റെ ലീക്ക് ശരിയാക്കുകയായിരുന്നു. സിൻഡർ ഇതെല്ലാം നമ്മൾ പഴയതുപോലെ തരണം ചെയ്യുമെന്ന് പറയുന്നു. ആംബർ പണ്ടെന്താണ് സംഭവിച്ചതെന്ന് അവരോട് ചോദിക്കുന്നു. അവളുടെ അമ്മ അവളോട് അവർ എലമെൻറ്റ് സിറ്റിയിലേക്ക് വരാനുണ്ടായ കാരണം പറയുന്നു. അവർ ഫയർലാൻഡിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ ഒരു ബ്ലൂ ഫയർ ഉണ്ടായിരുന്നു. അത് അവർ തലമുറകളായി കൈമാറി വരുന്നതായിരുന്നു. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഒരു ദിവസം ഒരു കൊടുങ്കാറ്റ് വന്ന് അവർക്ക് അവരുടെ വീട് നഷ്ടമാകുന്നു. അവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് ബെർണിക്ക് മനസ്സിലാകുന്നു. പ്രത്യേകിച്ച് സിൻഡർ അന്ന് പ്രഗ്നൻ്റ് ആയിരുന്നു. അങ്ങനെ ഇരുവരും അവരുടെ കുടുംബത്തെ വിട്ട് എലമെൻറ്റ് സിറ്റിയിലേക്ക് വന്നതാണ്. അടുത്ത ദിവസം ആംബർ വെയ്ഡിൻ്റെ ബോസിനെ കാണാനായി ഓഫീസിലേക്ക് പോകുന്നു. എന്നാൽ വെയ്ഡിൻ്റെ ബോസ് അവിടെ ഉണ്ടായിരുന്നില്ല. അവളുടെ ഫേവറേറ്റ് ടീമിൻ്റെ മാച്ച് കാണാൻ സ്റ്റേഡിയത്തിൽ പോയതാണെന്ന് വെയ്ഡ് പറയുന്നു. ആംബറും വെയ്ഡും ചേർന്ന് ബോസായ ഗെയിലിനെ കാണാൻ പോകുന്നു. ആംബർ അവരുടെ പ്രശ്നം ഗെയിലിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഗെയിൽ കളിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഗെയിൽ കളിക്കിടയിൽ കാര്യം പറയാൻ താല്പര്യമില്ലെന്ന് പറയുന്നു. അങ്ങനെ അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു. അപ്പോൾ ഒരു കളിക്കാരൻ്റെ ഭാഗത്തു നിന്നും ഒരു പിഴവ് പറ്റുന്നു. കാണികൾ അവനെ കളിയാക്കുന്നു. ഇത് കണ്ട വെയ്ഡ് അവന് വേണ്ടി ആർപ്പ് വിളിക്കുന്നു. ഇത് കണ്ട കാണികൾ ആ പ്ലെയറിന് വേണ്ടി സപ്പോർട്ട് കൊടുക്കുന്നു. കാണികളുടെ സപ്പോർട്ട് കിട്ടിയ ആ കളിക്കാരൻ നല്ല രീതിയിൽ കളിക്കുകയും ടീമിനെ ജയിപ്പിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട ഗെയിൽ നല്ല മൂഡിലാകുന്നു. അവൾ ആംബറിന് ഒരാഴ്ച സമയം കൊടുക്കുന്നു. ഒരാഴ്ചക്കുള്ളിൽ ആംബറിൻ്റെ വീട്ടിലേക്ക് വെള്ളം വരാൻ കാരണമായ ലീക്കിൻ്റെ ഉറവിടം കണ്ടെത്തി ശരിയാക്കാമെന്ന് വെയ്ഡ് ഗെയിലിന് ഉറപ്പ് കൊടുക്കുന്നു. വെള്ളിയാഴ്ചക്കകം അവർ അത് ചെയ്തു തീർക്കാൻ തീരുമാനിക്കുന്നു. ആംബറും വെയ്ഡും അവളുണ്ടാക്കിയ ഒരു ഹോട്ട് എയർ ബലൂണിൽ കയറി കനാലിലൂടെ അന്വേഷിക്കുന്നു. പോകുന്ന വഴിക്ക് ആംബർ ഒരു ബിൽഡിംഗ് കാണുന്നു. അത് ഗാർഡൻ സെൻട്രൽ സ്റ്റേഷൻ ആയിരുന്നു. അത് കണ്ടപ്പോൾ അവളുടെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അവിടെ ഒരു പ്രത്യേക പൂവുണ്ടായിരുന്നു.
വിവിസ്റ്റേരിയ ഫ്ലവർ. അത് ഏത് കാലാവസ്ഥയിലും പോകും. വളരെയധികം ഭംഗിയുള്ള പൂവാണ്. അത് കാണാൻ അവളും അച്ഛനും ഒരു ദിവസം പോയി. എന്നാൽ അവർ രണ്ടുപേരും തീയായതിനാൽ അവർ പൂവ് കത്തിക്കുമെന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല. ഇതെല്ലാം അവൾ വീടിനോട് പറയുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ മുഴുവൻ വെള്ളം കയറി. വിവിസ്റ്റീരിയ ഫ്ലവർ കാണാനുള്ള അവളുടെ അവസാന അവസരവും നഷ്ടമായെന്ന് അവൾ പറയുന്നു. അങ്ങനെ അവൾ ആ ലീക്കിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് എത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു മതിൽ പൊട്ടിയതായിരുന്നു കാരണം. മുകളിലൂടെ ഷിപ്പ് പോകുമ്പോൾ വെള്ളം അതുവഴി വന്ന് അവിടെ മുഴുവൻ വെള്ളത്തിലാവുകയാണെന്ന് വീട് പറയുന്നു. അപ്പോൾ തന്നെ അവിടെ ഒരു ബോട്ട് പാസ് ചെയ്യുകയും അവിടെ മുഴുവൻ വെള്ളം കയറുകയും ചെയ്യുന്നു. വെള്ളം ഫയർ ടവറിലേക്ക് പോകാതിരിക്കാനായി അവർ അവിടെ ഉണ്ടായിരുന്ന മണൽച്ചാക്കുകൾ വെച്ച് ലീക്ക് താൽക്കാലികമായി അടക്കുന്നു. ലീക്ക് കണ്ടെത്തിയത് കൊണ്ട് തന്നെ താൻ ഓഫീസിൽ അറിയിച്ച് ഇത് ശരിയാക്കാൻ ഏർപ്പാടാക്കാമെന്ന് വെയ്ഡ് പറയുന്നു. നാളെ തൻ്റെ കൂടെ ഡേറ്റിന് വരാമോ എന്ന് വെയ്ഡ് ആംബറിനോട് ചോദിക്കുന്നു. ആംബർ പിറ്റേന്ന് ഡേറ്റിന് വരുന്നു. അവർ സിനിമയ്ക്ക് പോയും ഫോട്ടോ എടുത്തും സമയം ചിലവഴിക്കുന്നു. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായി തുടങ്ങിയിരുന്നു. എന്നാൽ ഒരു ദിവസം അവരുണ്ടാക്കിയ മണൽച്ചാക്ക് പൊളിച്ചുകൊണ്ട് വെള്ളം ലീക്കായി തുടങ്ങി. വീണ്ടും ആംബറിൻ്റെ വീട്ടിലെ പൈപ്പ് ലീക്കാകാൻ തുടങ്ങി. ആംബർ പൈപ്പ് ഒരു വിധത്തിൽ ശരിയാക്കുന്നു. ഒരു ഡെലിവറി ഗേൾ കൊണ്ടുവന്ന പൂക്കളിൽ കയറി പറ്റി വെയ്ഡ് ആംബറിൻ്റെ ഷോപ്പിലെത്തുന്നു. വെയ്ഡിനെ കണ്ട ആംബർ വേഗം വെയ്ഡിനെ താഴേക്ക് കൊണ്ടുപോകുന്നു. വെയ്ഡ് മണൽച്ചാക്കുകൾ പണി പറ്റിച്ചെന്ന് പറയുന്നു. അവരിട്ട മണൽച്ചാക്ക് കാരണം പണിക്കാർ പണിക്കിടെ സിമെൻറ്റിൽ പെട്ടുപോയെന്ന് അവൻ പറയുന്നു. അതുകൊണ്ട് തന്നെ അവരിനി സഹായിക്കില്ലെന്ന് അവൻ പറയുന്നു. അപ്പോൾ അവിടേക്ക് ബേണി കടന്നു വരുന്നു. പേടിച്ചുപോയ വെയ്ഡ് അവനൊരു ഫുഡ് ഇൻസ്പെക്ടറാണെന്ന് പറയുന്നു. ബേണിക്ക് വാട്ടർ ഗാസിന് ഇഷ്ടമല്ല. അയാൾ അവനെ ചൂടുള്ള കോൾനട്ട്സ് തീറ്റിപ്പിക്കുന്നു. ഒരു വിധത്തിൽ അവനത് കഴിക്കുന്നു. എന്നാൽ സ്വല്പം വെള്ളം ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നു. അച്ഛൻ ബേണിക്ക് ആ പ്രയോഗം ഇഷ്ടപ്പെട്ടില്ല. വാട്ടർ പീപ്പിൾ എപ്പോഴും അയാളെ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. വെള്ളം ഒഴിക്കാതെ അവനോട് പുറത്തു പോകാൻ പറയുന്നു. അവനെ ഷോപ്പിൽ നിന്നും എന്നേക്കുമായി ബാൻ ചെയ്യുന്നു. അന്ന് രാത്രി വെയ്ഡും ആംബറും ചേർന്ന് ബീച്ചിലെത്തി മണൽച്ചാക്കുകൾ ഉണ്ടാക്കുന്നു. അപ്പോഴാണ് വെയ്ഡ് അത് ശ്രദ്ധിച്ചത്. ആംബറിൻ്റെ ഫ്ലെയിം കാരണം മണൽ ഗ്ലാസ്സായി മാറുന്നു. അതവൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവൾക്കൊരു ഐഡിയ തോന്നുന്നു. അവൾ ആ മതിലിൻ്റെ പൊട്ടൽ അവിടുത്തെ മണൽ ഉപയോഗിച്ച് കത്തിച്ചുകൊണ്ട് ഗ്ലാസ്സാക്കി അടക്കുന്നു. ഗെയിലിന് ഇത് ഇഷ്ടമാകുമെന്ന് വെയ്ഡ് പറയുന്നു. സിൻഡറിന് മകൾ പ്രണയത്തിലാണെന്ന് തോന്നിത്തുടങ്ങുന്നു. മകളുടെ സ്വഭാവത്തിലെ മാറ്റം സിൻഡർ ശ്രദ്ധിച്ചു വരുന്നുണ്ടായിരുന്നു. കംപ്ലൈൻറ്റിൻ്റെ തീരുമാനം അറിയാനായി ആംബർ വെയ്ഡിൻ്റെ അടുത്തേക്ക് പോകുന്നു. പയ്യൻ ആരാണെന്നറിയാനായി സിൻഡർ അവളെ പിന്തുടരുന്നു. വെയ്ഡ് ആംബറിനെ തൻ്റെ ഫാമിലിയുടെ കൂടെ ഡിന്നർ കഴിക്കാൻ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. സിൻഡറിനെ ആളെ കാണാൻ പറ്റിയിട്ടില്ല. അവളെ സെക്യൂരിറ്റി പുറത്ത് തടഞ്ഞു വെക്കുന്നു. ആംബർ വെയ്ഡിൻ്റെ ഫാമിലിയുടെ കൂടെ ഡിന്നർ കഴിക്കുന്നതിനിടെ അബദ്ധവശാൽ ഒരു ഫ്ലവർ വേസ് പൊട്ടിപ്പോകുന്നു. അത് ആംബർ ഭംഗിയോടെ ശരിയാക്കി കൊടുക്കുന്നു. വെയ്ഡിൻ്റെ ഫാമിലിയെ അവൾ ഇംപ്രസ് ചെയ്യുന്നു. അവൻ്റെ അമ്മ അവൾക്ക് നല്ല കഴിവുണ്ടെന്ന് പറയുന്നു. വെയ്ഡ് നമുക്ക് ക്രൈം ഗെയിം കളിക്കാമെന്ന് പറയുന്നു. ഓരോരുത്തരായി തൻ്റെ പാർട്ട്ണറെ വല്ലതും പറഞ്ഞ് കരയിപ്പിക്കാൻ ശ്രമിക്കണം. ഇതായിരുന്നു ആ ഗെയിം. വെയ്ഡിൻ്റെയും ആംബറിൻ്റെയും സമയമെത്തുമ്പോൾ ആംബർ താൻ ഇതുവരെ കരഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. വെയ്ഡ് കുറേ തവണ പലതും പറഞ്ഞ് ശ്രമിച്ചെങ്കിലും അവൾ കരയുന്നില്ല. വെയ്ഡ് അവന് അവളോടുള്ള ഫീലിങ്സ് തുറന്നു പറയുന്നു. എല്ലായ്പ്പോഴും അവൾ തൻ്റെ കൂടെ വേണമെന്നും അവൻ പറയുന്നു. അവർക്കൊരിക്കലും ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അതിനാൽ അവൾ അറിയാതെ കരഞ്ഞു പോകുന്നു. ശേഷം ഗെയിലിൻ്റെ കോൾ വരുന്നു. ടെമ്പേർഡ് ഗ്ലാസ് കൊണ്ട് മതിൽ നന്നാക്കിയത് നന്നായി എന്നവൾ പറയുന്നു. ഗെയിൽ കംപ്ലൈൻറ്റ് ഒഴിവാക്കിയെന്നും പറയുന്നു. ശേഷം വെയ്ഡിൻ്റെ അമ്മ അവരുടെ ഫ്രണ്ട് മുഖേന ഒരു ഗ്ലാസ് കമ്പനിയിൽ ജോലി കൊടുക്കാമെന്ന് ആംബറിനോട് പറയുന്നു. ഇത് കേട്ട ആംബർ ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങുന്നു. ഇത് കണ്ട് വെയ്ഡിനൊന്നും മനസ്സിലാകുന്നില്ല. വെയ്ഡും അവളുടെ കൂടെ പോകുന്നു. അവൾ ദേഷ്യപ്പെടാനുള്ള കാരണം എന്താണെന്ന് അവൾ പറയുന്നു. അവൾക്ക് ഷോപ്പ് നോക്കി നടത്താനുള്ള ആഗ്രഹമില്ല എന്നവൾ മനസ്സിലാക്കി. എന്നാൽ ചെറുപ്പം മുതലേ ബ്ലൂ ഫയറിനോട് അവൾ അച്ഛനെ സഹായിക്കാൻ പറ്റണേ എന്നായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. അച്ഛൻ തൻ്റെ സ്വപ്നങ്ങൾ ത്യജിച്ചാണ് അവളെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതം അച്ഛനു വേണ്ടി ത്യജിക്കുകയാണ് വേണ്ടതെന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ അവിടേക്ക് സിൻഡർ കടന്നു വരുന്നു. ആംബർ ലവ് ചെയ്യുന്നത് ഒരു വാട്ടർ ഗായിയാണെന്ന് അറിഞ്ഞ് അവൾക്ക് ദേഷ്യം വരുന്നു. അവർ ഒരിക്കലും ചേരില്ലെന്ന് പറയാനായി അമ്മ അവരെ വീട്ടിലേക്ക് കയറ്റുന്നു. രണ്ടു പേരോടും ഓരോ വടി വീതം സ്വന്തം തീ കൊണ്ട് കത്തിക്കാനായി പറയുന്നു. ആംബർ തൻ്റെ തീ കൊണ്ട് കത്തിക്കുന്നു. വെയ്ഡിന് കമ്പ് കത്തിക്കാൻ കഴിയുന്നില്ല. അവൻ ആംബറിന് മുന്നിൽ വന്ന് ഒരു മാഗ്നിഫയിങ് ലെൻസായി നിന്നുകൊണ്ട് കമ്പ് കത്തിക്കുന്നു. എന്നാൽ റിസൾട്ട് പറയുന്നതിന് മുമ്പ് അവിടേക്ക് ശബ്ദം കേട്ട് അച്ഛൻ വരുന്നു. സിൻഡർ വേഗം വെയ്ഡിനെ പറഞ്ഞയക്കുന്നു. അച്ഛൻ 2 ദിവസം കഴിഞ്ഞാൽ താൻ റിട്ടയർ ചെയ്യുകയാണെന്നും ഇനി അവളാണ് കട നോക്കേണ്ടതെന്നും ആംബറിനോട് പറയുന്നു. ശേഷം പുതിയ കടയുടെ ബോർഡ് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അതിൽ ആംബേഴ്സ് ഫയർപ്ലേസ് എന്ന് എഴുതിയിട്ടുണ്ട്. താൻ ഫയർ ഐലൻഡ് വിട്ടപ്പോൾ തൻ്റെ അച്ഛന് ദി ബിഗ് ബോ കൊടുത്തിട്ടാണ് വന്നതെന്ന് അച്ഛൻ പറയുന്നു. ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ ആദര സൂചകമാണ് ദി ബിഗ് ബോ. എന്നാൽ അത് എൻ്റെ അച്ഛൻ തനിക്ക് മടക്കി തന്നില്ലെന്ന് ബേണി പറയുന്നു. ബേണിയുടെ തീരുമാനം ഇഷ്ടപ്പെടാത്തതിനാലാണ് അയാൾ അങ്ങനെ ചെയ്തത്. എന്നാൽ ബേണി താൻ ശരിയായ തീരുമാനമാണ് എടുത്തതെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട ആംബറിന് അവരോട് നോ പറയാൻ പറ്റുന്നില്ല. വെയ്ഡുമായിട്ട് ബ്രേക്കപ്പ് ആവാൻ ആംബർ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. വെയ്ഡ് അവളെയും കൂട്ടി ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ അവരെയും കാത്ത് ഗെയിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു.
വീട് അവളെ വിവിസ്റ്റീരിയ ഫ്ലവർ കാണിക്കാനാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. ഗെയിൽ വെള്ളത്തിൽ ശക്തിയായി ഊതി ഒരു വലിയ കുമിളം ഉണ്ടാക്കുന്നു. ആംബർ അതിൽ കയറുന്നു. ശേഷം വീട് അവളെയും കൂട്ടി വെള്ളത്തിലൂടെ നീങ്ങുന്നു. അവളെ വിവിസ്റ്റീരിയ ട്രീ കാണിക്കുന്നു. അവിടെ മുഴുവൻ വിവിസ്റ്റീരിയ ഫ്ലവേഴ്സ് ആയിരുന്നു. ആംബറിൻ്റെ വെളിച്ചത്തിൽ അതെല്ലാം ഭംഗിയായി ഇരുവരും കാണുന്നു. കുമിള ചെറുതാകാൻ തുടങ്ങിയപ്പോൾ അവർ വേഗം കരയിലേക്ക് കയറി. ആംബറിന് ഈ അനുഭവം വളരെ ഇഷ്ടപ്പെട്ടു. വീടിൻ്റെ കൈകൾ പരസ്പരം തൊടാൻ പറഞ്ഞു. അവർ ഇതുവരെ തൊട്ടിട്ടില്ല, കാരണം വെള്ളം തൊട്ടാൽ തീയണയും, വെള്ളം ആവിയായി പോയെന്നും വരാം. എന്നാൽ രണ്ടും കൽപ്പിച്ച് അവർ രണ്ടുപേരും കൈകൾ തുറന്നു. ഒന്നും സംഭവിക്കുന്നില്ല. പെട്ടെന്ന് അവൾക്ക് അച്ഛനെ ഓർമ്മ വരുന്നു. അവൾ ഇതൊന്നും ശരിയാവില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകാൻ ശ്രമിക്കുന്നു. ആംബറിനോട് വെയ്ഡ് അച്ഛനോട് അവരുടെ സ്വപ്നം തുറന്ന് പറയാൻ പറയുന്നു. ആംബർ പണക്കാരനായ നിനക്ക് പറയുന്നതൊന്നും മനസ്സിലാവില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ നിന്നും പോകുന്നു. പിറ്റേന്ന് ബേണിയുടെ ഷോപ്പിൽ ഒരു ഗ്രാൻഡ് റീ ഓപ്പണിംഗ് പാർട്ടി നടക്കുകയാണ്. അയാൾ തൻ്റെ റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്യുന്നു. ആംബറിന് തൻ്റെ ബ്ലൂ ഫയർ കൈമാറുന്നു. ഇനി അവളാണ് കട നോക്കി നടത്തേണ്ടതെന്ന് അയാൾ പറയുന്നു. എന്നാൽ അവിടേക്ക് വെയ്ഡ് കടന്നു വരുന്നു. അവരുടെ ബന്ധം നടക്കാതിരിക്കാനായി 1,00,000 കാരണങ്ങൾ ഉണ്ടാകാം, എന്നാൽ നടക്കാൻ ഒരേ ഒരു കാരണം മതി എന്നവൻ വിളിച്ചു പറയുന്നു. അവർ പരസ്പരം തൊട്ടതും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതുമാണത് എന്നവൻ പറയുന്നു. ഇത് കേട്ട ആംബർ അവനെ താൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും അവനോട് തിരിച്ചു പോകാനായും പറയുന്നു. അമ്മ അവർ ഒരു പെർഫെക്റ്റ് മാച്ചാണെന്നും അച്ഛനോട് പറയുന്നു. ഇതെല്ലാം കേട്ട ബേണി ആംബറിൽ തൻ്റെ വിശ്വാസം തകർന്നുവെന്നും അതുകൊണ്ട് തന്നെ തൻ്റെ റിട്ടയർമെൻറ്റ് ക്യാൻസൽ ചെയ്യുന്നുവെന്നും പറയുന്നു. സങ്കടത്തിലായ ആംബർ ബൈക്ക് എടുത്ത് സിറ്റിയിലേക്ക് പോകുന്നു. അവൾ അവനെ മറക്കാനായി ശ്രമിക്കുന്നു, പക്ഷേ അവൾക്കതിന് കഴിയുന്നില്ല. അപ്പോഴാണ് അവൾ ആ വാട്ടർ ഗേറ്റ് പൊട്ടുന്നത് കാണുന്നത്. അവൾ തൻ്റെ വീടിന് നേരെ പോകുന്നു. ഇതേ സമയം വെയ്ഡ് അവളെ മറക്കാനായി സിറ്റി വിട്ട് പോകാൻ നിൽക്കുകയായിരുന്നു. എന്നാൽ ഫയർ ടൗണിൽ ഫ്ലഡ് വരുന്നത് കണ്ട് അവൻ അവിടേക്ക് പോകുന്നു. ബേണിയും സിൻഡറും വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. എന്നാൽ ബ്ലൂ ഫയർ ഷോപ്പിനകത്ത് കുടുങ്ങുന്നു. ആംബർ അത് സംരക്ഷിക്കാനായി വീട്ടിലേക്ക് കയറുന്നു. അപ്പോൾ അവിടേക്ക് വെയ്ഡും വരുന്നു. വെള്ളം ശക്തിയിൽ വന്നു തുടങ്ങുന്നു. വെയ്ഡ് ഒരു ലാൻഡേണിലേക്ക് ബ്ലൂ ഫയർ മാറ്റുന്നു. അവർ രണ്ടുപേരും ഒരു റൂമിൽ കുടുങ്ങിപ്പോകുന്നു. ചിമ്മിനിലൂടെ കയറാൻ ശ്രമിക്കുമ്പോൾ അതും അടയുന്നു. വാതിൽ തുറന്നാൽ വെള്ളം വന്ന് അവർ ഇല്ലാതാകും. റൂമിലെ ചൂട് കാരണം വീട് തിളക്കാൻ തുടങ്ങുന്നു. താൻ മരിച്ചാലും പ്രശ്നമില്ല, നീ ഒരിക്കലും മരിക്കരുത് എന്നവൻ പറയുന്നു. അങ്ങനെ അവൻ പൂർണ്ണമായും നീരാവിയായിട്ട് മാറുന്നു. വെള്ളം ഇറങ്ങിയതിന് ശേഷം അവിടേക്ക് ബേണിയും സിൻഡറും വരുന്നു. ആംബർ അവർക്ക് ബ്ലൂ ഫയർ കൊടുക്കുന്നു. അവൾക്ക് വെയ്ഡിന് ഇഷ്ടമാണെന്ന് അവൾ പറയുന്നു. അവൾക്ക് ഷോപ്പ് നടത്താൻ ആഗ്രഹമില്ലെന്നും അവൾ പറയുന്നു. ഷോപ്പല്ല, നീയാണ് എൻ്റെ സ്വപ്നമെന്ന് ബേണി പറയുന്നു. ബേണിയും ആംബറും സിൻഡറും കെട്ടിപ്പിടിക്കുന്നു. പെട്ടെന്ന് ആംബർ വെയ്ഡിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. വെയ്ഡിന് ജീവനുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ആംബർ അവന് സങ്കടം വരുത്തുന്ന കാര്യങ്ങൾ പറയുന്നു. അവൻ കരഞ്ഞ് കരഞ്ഞ് ചിമ്മിനിയിൽ നിന്നും തുള്ളികളായി താഴേക്ക് വീഴുന്നു. നേരത്തെ ആവിയായി പോയ അവൻ ചെമ്മിനിയിൽ പറ്റി പിടിക്കുകയായിരുന്നു. അവൻ കരഞ്ഞ് കരഞ്ഞ് ചെമ്മിനിയിൽ നിന്നും തുള്ളികളായി താഴെ എത്തുന്നു. അങ്ങനെ അവർ എല്ലാവരും ഒന്നിക്കുന്നു. വെയ്ഡിനെ ബേണി തൻ്റെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുന്നു. മാസങ്ങൾക്ക് ശേഷം ഫയർ ടൗൺ പഴയതുപോലെ ആകുന്നു. ബേണി അവരുടെ ഷോപ്പ് ഒരു കസ്റ്റമർ കപ്പിൾസിന് നടത്താൻ കൊടുക്കുന്നു. സിൻഡറും ബേണിയും റിട്ടയർമെൻറ്റ് ആഘോഷിക്കുകയാണ്. ആംബറും വെയ്ഡും ദൂരെ മറ്റൊരു സിറ്റിയിലേക്ക് പോവുകയാണ്. ആംബർ വെയ്ഡിൻ്റെ അമ്മ പറഞ്ഞ ഗ്ലാസ് മേക്കിംഗ് കമ്പനിയിലേക്ക് ജോലിക്ക് പോവുകയാണ്. അവൾ പോകുന്നതിന് മുമ്പായി അച്ഛന് ബിഗ് ബോ കൊടുക്കുന്നു. അച്ഛൻ അവൾക്ക് തിരിച്ചു കൊടുക്കുന്നു. അവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള മറ്റു സിനിമകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മറ്റൊരു അടിപൊളി മൂവിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.